ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വർഷയെ പോലെ സ്വന്തം മാതാപിതാക്കളോട് കൂറും ബഹുമാനവും ഒപ്പം ദൈവവിശ്വാസവും ഉണ്ടാവണം. ലക്ഷണം കണ്ടിട്ട് കുട്ടി ആണായിരിക്കോ പെണ്ണായിരിക്കോ? അച്ഛമ്മയുടെ വയറ്റാടി ബുദ്ധി വല്ലതും പ്രവചിച്ചിട്ടുണ്ടോ? കൂടെ കൂടെ അടിവയറ്റിലുണ്ടാവുന്ന ചവിട്ടും തൊഴിയൊക്കെ കാണുമ്പോ ഒരു കൊച്ച് വിക്രമായിരിക്കുമെന്നാ അച്ഛമ്മ പറയുന്നത്. സത്യം പറഞ്ഞ ആണാണോ പെണ്ണാണോ എന്നറിയാൻ എനിക്ക് തിടുക്കായി മോളെ. എന്തായാലും ഗൈനക്കോളജിസ്റ്റോടൊന്നും ചോദിക്കാം. അയ്യോ വേണ്ട, മുൻകൂട്ടിയുള്ള ജെൻഡർ ഐഡന്റിഫിക്കേഷൻ ഒന്നും പാടില്ലെന്ന് നിയമമുണ്ട്. അഥവാ ഡോക്ടർക്ക് അറിയാമെങ്കിലും അവരത് പറയില്ല. നിർത്തണം വേണ്ടി. ഏട്ടാ വേണ്ട, വഴക്കിനൊന്നും പോണ്ട, അയാളെ വിട്ടേക്ക്. ഇറങ്ങണേ കൊണ്ട് ഇറങ്ങ. എന്താ പ്രശ്നം? അത് നിനക്കറിയില്ലേ? നിനക്ക് അറിയണല്ലേ? കാണിച്ചു തരാടാ. നിനക്കൊന്നും അറിയില്ലല്ലേ? നീ മിണ്ടരുത്. നീ എത്ര സ്പീഡിൽ വേണോ വണ്ടി ഓടിച്ചോ, ആന്റെ മെക്കിട്ടോടെ കയറിക്കോ. പക്ഷെ എന്റെ വണ്ടിയുടെ കുറുകെ വന്നാലുണ്ടല്ലോ റോസ്കൽ, റോഡ് നിന്റെ തറവാട് സ്വത്താണോ? സോറി ഏട്ടാ, സോറി. ഒരു അർജന്റ് ഹോസ്പിറ്റൽ കേസാ, ഉടനെ അവിടെ എത്തണം. നീ എങ്ങനെ ഹോസ്പിറ്റലിൽ ഇപ്പൊ പോണ്ട? ചേട്ടാ, ഒരാൾക്ക് AB പോസിറ്റീവ് ബ്ലഡ് കൊടുക്കാനുള്ളതാ. എന്റെ ബ്ലഡും AB പോസിറ്റീവാ. നിന്റെ ബ്ലഡ് ഏതോ ആവട്ടെ, പക്ഷെ നിന്നെ കൊണ്ട് ചോര തുപ്പിക്കാതെ ഞാൻ വിടില്ല. ഏട്ടാ എന്തായി കാണിക്കുന്നേ? നീ കണ്ടതല്ലേ ഇവൻ കാണിച്ച തെമ്മാടിത്തരം? അയ്യോ ചേച്ചി, ഒരു സീൻ ഉണ്ടാക്കരുത്. ഞാൻ ഉടനെ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ പ്രശ്നമാവും. ചേട്ടാ, തെറ്റെന്റെ ഭാഗത്താ, സമ്മതിക്കുന്നു. ഇപ്രാവശ്യത്തേക്ക് എന്നെ വെറുതെ വിടണം. ഇനി കാണുമ്പോ എന്നെ തല്ലിക്കോ. ഏട്ടാ വേണ്ട, അയാളെ വിട്ടേക്ക്. നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും. ചേട്ടനും ചേച്ചിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ദൈവം ദീർഘായുസ് കൊടുക്കട്ടെ. വണ്ടിയും കൊണ്ട് വന്നിരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യടാ. അവനെ മര്യാദ പഠിപ്പിച്ച് വിടേണ്ടതാ. പക്ഷേ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഏട്ടാ, ഏട്ടാ വണ്ടി എടുക്ക്. മാനത്തെ കൊട്ട